നമസ്കാരം. ഇന്നത്തെ രാശിഫലത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഓരോ രാശിക്കാർക്കും വന്നു ചേരുന്നതായ ചില മാറ്റങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരേ സമയം അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങൾ ഓരോ ദിവസത്തെയും രാശി മാറ്റങ്ങൾ അനുസരിച്ച് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇന്നേ ദിവസം എപ്രകാരം കാര്യങ്ങൾ സംഭവിക്കും, ഇതേക്കുറിച്ച് രാശിഫലത്തിലൂടെ മനസ്സിലാക്കാം. രാശിഫലം നിങ്ങളെ സഹായിക്കുന്നു എന്ന് തന്നെ പറയാം. ഇന്നത്തെ ദിവസം എപ്രകാരം മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരും, എന്തെല്ലാമാണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാം. പൊതുഫലപ്രകാരമാണ് ഈ ഫലങ്ങൾ പറയുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ശുഭപ്രതീക്ഷകൾ നൽകുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ദിവസം. തുടക്കത്തിൽ തന്നെ മികച്ചതായ സാമ്പത്തികപരവും അല്ലാത്തതുമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. പോസിറ്റീവായി തന്നെ ഓരോ കാര്യവും ചിന്തിക്കുന്നതിനും അതുവഴി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും സാധിക്കുന്നതാകുന്നു. ജോലിക്കാര്യങ്ങളിൽ പലവിധ തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ അത്തരം തടസ്സങ്ങൾ നീക്കുകയും അതുവഴി ജീവിതത്തിൽ സന്തോഷവും കൂടാതെ ഐശ്വര്യവും വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ പല തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഇന്നേ ദിവസം വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച് വിഷ്ണു ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശി ഇടവം രാശിയാണ്. ഇടവം രാശിക്കാർക്ക് ഇന്നേ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ അല്പം കുറയുന്നതായ ദിവസം തന്നെയാകുന്നു. മുൻപോട്ട് പ്രതിസന്ധികൾ ഒരു വിധം പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വരുമാനം അല്പം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. പൊതുവെ അനുകൂല ഫലങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതായ ഒരു ദിവസം തന്നെയാണ് ഇടവം രാശിക്കാർക്ക് ഇന്നേ ദിവസം. അല്പം വരുമാനം വർദ്ധിക്കുകയും ഏറ്റെടുത്ത പല കാര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കുകയോ അതിന് ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുകയോ ചെയ്യാം. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ വിഷ്ണു ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മനക്ലേശങ്ങൾ നൽകുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം, എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു. അതാണ് ഇന്നേ ദിവസത്തെ പ്രത്യേകത. തീർച്ചയായും ഈ കാര്യം ശ്രദ്ധിച്ച് ഇന്നേ ദിവസം മുൻപോട്ട് പോവുക. മറ്റൊരു രാശി മിഥുനം രാശിയാണ്. മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം അല്പം ഗുണകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ഇന്നേ ദിവസം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വ്യക്തതയോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടുതലും അനുകൂലമായ ഫലങ്ങൾ തന്നെയായിരിക്കും ഇന്നേ ദിവസം വന്നു ചേരുക. ആ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതിനനുസരിച്ച് തന്നെ പ്രവർത്തനങ്ങൾ ഇന്നേ ദിവസം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമാകുന്നു. സാമ്പത്തികപരമായി നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം അല്പം പുരോഗതി പ്രതീക്ഷിക്കാവുന്നതായ ദിവസമാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ അതിൽ ചിലത് സന്ധ്യയ്ക്ക് മുൻപ് തീർക്കുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ദൈവാനുഗ്രഹം ഇവരിൽ ഉള്ളതിനാൽ തന്നെ സന്തോഷത്തിന്റെ അല്ലെങ്കിൽ സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. ആ കാര്യം ഓർക്കുക. ഇന്നേ ദിവസം തീർച്ചയായും വിഷ്ണു ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക. തീർത്തും അനുകൂലമായ ഫലങ്ങൾ തന്നെ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. മറ്റൊരു രാശിയായ കർക്കടകം രാശിക്കാർക്ക് ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായ ദിവസമാണ് ഇന്നേ ദിവസം എന്ന് മനസ്സിലാക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. മറ്റു കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. ഏറ്റെടുത്തതായ പല കാര്യങ്ങളും
ഇന്നേ ദിവസം തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ശരിയാവണ്ണം വിനിയോഗിക്കുക. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഇന്നേ ദിവസം ഇവർക്ക് ലഭിക്കുക എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉന്നത വിജയം നേടുവാൻ സാധിക്കുന്നതായ അവസ്ഥയാണ് ഉള്ളത്. അവസരം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ചെറിയ രീതിയിൽ സാമ്പത്തികപരമായ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ശ്രദ്ധയോടെ ഇന്നേ ദിവസം നിങ്ങൾ മുന്നോട്ട് പോവുക. പുതിയ ഉത്തരവാദിത്തങ്ങൾ, പുതിയ ചില ചുമതലകൾ നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വന്നു ചേരുവാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. ഇന്നേ ദിവസം തീർച്ചയായും വിഷ്ണു ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതായ ദിവസമാണ്. സാധിക്കുന്നവർ വിഷ്ണു ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതായ ഒരു അവസരമാണ് ഇത്. ഇന്നേ ദിവസം അത്തരത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. ഇന്നേ ദിവസം പുറകിലേക്ക് പോകേണ്ടതായ അവസ്ഥ ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം. ജോലി രംഗത്തും കർമ്മ മേഖലയിലും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ സംഭവിക്കാൻ സാധ്യത അല്പം കൂടുതലാണ്. കൂടാതെ സന്തോഷത്തോടെ തന്നെ ഏതൊരു കാര്യവും ഏതൊരു ഉത്തരവാദിത്വവും ചെയ്തു തീർക്കുവാൻ ഇവർ ശ്രദ്ധിക്കുകയും അതിന് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, ആരോഗ്യം ഇന്നേ ദിവസം ശ്രദ്ധിക്കണം. വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റ് ജോലികൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യുക. ആരോഗ്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ ആശുപത്രി വാസത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം വിഷ്ണു ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശി കന്നി രാശിയാണ്. കന്നി രാശിക്കാർക്ക് ഇന്നേ ദിവസം പ്രതിസന്ധികൾക്ക് സാധ്യത അല്പം കുറവുള്ള ഒരു ദിവസമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇവർ ഇന്നേ ദിവസം ചെയ്യുന്നതായ കാര്യങ്ങളിൽ വിജയസാധ്യത അല്പം വർദ്ധിക്കുന്നതായ അവസരമാണ്. എന്നാൽ അമിതമായ ആത്മവിശ്വാസം നിങ്ങളെ അബദ്ധത്തിൽ ചതിക്കും. അതിന് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ, ദോഷകരമായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് പോവുകയോ മാറിപ്പോവുകയോ ചെയ്യാം. പുതുതായി ചില കാര്യങ്ങൾ ഏറ്റെടുക്കുകയോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയോ ചെയ്യേണ്ടതായി വരാം. പ്രാർത്ഥന, ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക എന്ന കാര്യം നിങ്ങൾ നിത്യവും ചെയ്യുക. അതിൽ മുടക്കം വരാൻ പാടുള്ളതല്ല. ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. പ്രമോഷനോ ശമ്പള വർധനവിനോ അല്ലെങ്കിൽ മറ്റൊരു ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്ത മനസ്സിലേക്ക് വരാനോ സാധ്യത കൂടുതലാകുന്നു. മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായ ചില വാർത്തകൾ, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇന്നേ ദിവസം കേൾക്കുവാനുള്ള സാധ്യതയും അല്പം കൂടുതലാകുന്നു. ഇന്നേ ദിവസം വിഷ്ണു ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് ക്ഷേത്ര ദർശനം നടത്തി മുന്നോട്ട് പോവുക. മറ്റൊരു രാശി തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് ഇന്നേ ദിവസം മികച്ചതായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ദിവസമാകുന്നു. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് പുതിയ സ്ഥാനം, ഉത്തരവാദിത്തം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഇന്നേ ദിവസം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കുവാൻ അല്പം സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. മുൻപത്തെ അപേക്ഷിച്ച് സാധ്യത അല്പം കൂടുതലാകുന്നു. എന്നിരുന്നാലും ചെറിയ പ്രതിസന്ധികളും ഇതിനിടയിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. അത് തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. അതിനാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു. ഒരു തരത്തിലും പ്രതിസന്ധികൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കാത്ത ഒരു ദിവസമാണ് എന്ന് തന്നെ പറയാം. ഇന്ന് അനുകൂലമാണ് ദിവസം. എന്നിരുന്നാലും ശ്രദ്ധിച്ച് ചിന്തയോടെ തന്നെ മുന്നോട്ട് പോവുക. ഒരിക്കലും അശ്രദ്ധ ഒരു കാര്യത്തിലും പുലർത്തുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. മറ്റൊരു രാശി വൃശ്ചികം രാശിയാകുന്നു. വൃശ്ചികം രാശിക്കാർക്ക് ഇന്നേ ദിവസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. ദോഷഫലങ്ങളും പ്രതീക്ഷിക്കാം. ഏറ്റെടുത്ത പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നേ ദിവസം പല കാര്യങ്ങളും കൃത്യമായി തന്നെ ചെയ്യുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും
തടസ്സങ്ങൾ വന്നു ചേരാം. മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ വാർത്തയോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിൽ നിന്നും അത്തരത്തിലൊരു സംസാരമോ എന്തെങ്കിലും കാണുകയോ അത്തരത്തിലുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ മനസ്സ് വിഷമിക്കാനുള്ള സാധ്യത അല്പം കൂടുതലാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യം തന്നെയാകുന്നു. കാലതാമസം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേരിടേണ്ടതായി വരും. ആ കാര്യവും നിങ്ങളെ വിഷമത്തിലാക്കും. കൂടാതെ അസ്വസ്ഥരാക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളും ഇന്നേ ദിവസം പ്രതീക്ഷിക്കാം. എന്നാൽ ഇന്നേ ദിവസം വിഷ്ണു ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ആരോഗ്യം മെച്ചപ്പെടുന്നു എന്നത് ശുഭകരമായ കാര്യമാണ്. പൊതുവെ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരില്ല എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. വിഷ്ണു ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിച്ച് മുന്നോട്ട് പോകുന്നത് ശുഭകരമാണ്. ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചാൽ അതിവിശേഷം എന്ന് കൂടി പറയാം. മറ്റൊരു രാശി ധനു രാശിയാണ്. ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും ധനുരാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ഇത്തരം കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ അത് തരണം ചെയ്യുന്നതിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതുമാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കുടുംബത്തിലെ സന്തോഷവും സമാധാനവും തന്മൂലം നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ദൈവാനുഗ്രഹം ആയതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നേ ദിവസം ചെറിയ ചില തടസ്സങ്ങളും അലച്ചിലും പ്രതീക്ഷിക്കാം. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശുഭകരമായ ചില വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതയും ഇന്നേ ദിവസം കൂടുതലാകുന്നു. ധനപരമായി അല്പം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അതിനാൽ കച്ചവടവുമായി ബന്ധപ്പെട്ടും അല്പം നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ശ്രദ്ധയോടെ വീക്ഷിച്ചില്ല എങ്കിൽ നഷ്ടം സംഭവിക്കാനും സാധ്യത കൂടുതലാകുന്നു. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. വിഷ്ണു ഭഗവാനെ ആരാധിച്ച് മന്ത്രങ്ങൾ ജപിച്ച് ക്ഷേത്ര ദർശനം നടത്തി മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും കൃത്യമായി തന്നെ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ ദിവസമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യത കൂടുതലാകുന്നു. കുടുംബത്തിൽ ചെറിയ തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ മനസ്സിന് വിഷമം തോന്നുന്നതായ ചില കാര്യങ്ങളോ സംഭവിക്കാം. എന്നാൽ നിങ്ങൾക്ക് അതെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ കുടുംബത്തിലെ സമാധാനം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. പൊതുവെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസം തന്നെയാണ് ഇത്. മംഗളകാര്യങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായ കാര്യങ്ങളോ ഇന്നേ ദിവസം ജീവിതത്തിലേക്ക് വന്നു ചേരാം. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം വന്നു ചേരും. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പ്രതിസന്ധികൾക്കും അല്പമൊന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ ചില പരിഹാരങ്ങൾ ഉരുത്തിരിയും എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം വിഷ്ണു ഭഗവാനെ ആരാധിച്ച് തീർച്ചയായും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. മറ്റൊരു രാശി കുംഭം രാശിയാണ്. കുംഭം രാശിക്കാർക്ക് പൊതുവെ ശുഭകരമായ ഫലങ്ങൾ തന്നെ നൽകുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ജന്മശനിയുടെ ദോഷം നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ശ്രമിക്കുകയാണ് എങ്കിൽ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ജോലി രംഗത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഇല്ല എങ്കിലും വളരെ വീക്ഷിച്ച് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു. പുതിയ വരുമാന മാർഗം തുറക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ്. എന്നിരുന്നാലും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. അതല്ല എങ്കിൽ നഷ്ടം സംഭവിക്കാം. തീർച്ചയായും ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പം ശ്രദ്ധ കൂടി പുലർത്തേണ്ടതാകുന്നു.
വിഷ്ണു ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് ഇന്നേ ദിവസം മുൻപോട്ട് പോവുക. ക്ഷേത്ര ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു രാശി മീനം രാശിയാണ്, അവസാന രാശി. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ദോഷഫലങ്ങളും വന്നു ചേരാം, എന്നാൽ ഗുണകരമായ കാര്യങ്ങളും സംഭവിക്കാം. അതായത് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം, അല്ല എങ്കിൽ നഷ്ടം സംഭവിക്കാം. എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ലാഭമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ഇന്നേ ദിവസം മംഗളകരമായ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ധനനഷ്ടത്തിനുള്ള സാധ്യത ഇന്നേ ദിവസം കൂടുതലാണ് എന്ന് തന്നെ പറയാം. പണം ചെലവാക്കുമ്പോൾ അല്പം ശ്രദ്ധയോടെ തന്നെ പണം ചെലവാക്കേണ്ടതായ അവസരമാണ് ഇത്. അലച്ചിൽ, അതേപോലെ തന്നെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. പ്രധാനമായും അലച്ചിലിന് ഇന്നേ ദിവസം സാധ്യതയുണ്ട്. കൂടാതെ ഇന്നേ ദിവസം പ്രതീക്ഷിക്കാതെ ചില വാർത്തകൾ നിങ്ങൾക്ക് വിഷമം നൽകുന്നതാകാം. അത്തരത്തിലുള്ള ചില വാർത്തകളോ ചില പെരുമാറ്റങ്ങളോ ഉണ്ടാകാം. കൂടാതെ ഇന്നേ ദിവസം ചെറുതാണ് എങ്കിലും ധനനഷ്ടത്തിനുള്ള സാധ്യതകൾ ഉണ്ട്. അതേപോലെ തന്നെ ചില നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. നേരിയ സാധ്യതയാണ് എന്ന കാര്യം ഓർക്കുക. എന്നിരുന്നാലും ബിസിനസ് ചെയ്യുന്നവരും മറ്റു വ്യക്തികളും അത് വ്യക്തമായി തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതായ അവസ്ഥയാണ് എന്ന് പറയാം. ഇന്നേ ദിവസം തീർച്ചയായും വിഷ്ണു ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും.